വിഷുക്കണി കന്നിക്കിളി തുമ്പിലകൾ പിന്നി നീ കുമ്പിളുകൾ തുന്നുമോ നാൾ തോറും മാറ്റേറും മീയോമൽ പെണ്ണിന്റെ യൗവനവും പ്രായവും പൊതിഞ്ഞൊരുങ്ങുവാൻ പാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഓലഞ്ഞാലിക്കുരുവിയോ കൂടുകൂട്ടും പുളകമോ പീലി വീശിയാടും മമയിലോ പാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ പൊന്നും കുല നിറപറ വെള്ളിത്തിര നാദസ്വരം തകിലടി തലപ്പൊലി പൊന്നും കുല നിറപറ വെള്ളിത്തിര നാദസ്വരം തകിലടി തലപ്പൊലി നാലു നില പന്തലിൻ താലികെട്ടും വേളയിൽ നിന്നുള്ളിൽ നിൻ കണ്ണിൽ നിന്മേയിൽ ഞാൻ തേടും ആതിരാവിൻ നാണവും തുടർക്കിനാക്കളും പാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഓലഞ്ഞാലിക്കുരുവിയോ കൂടുകൂട്ടും പുളകമോ പീലി വീശിയാടും മമയിലോ പാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ പാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ സൂപ്പർ നാലാം സമ്മാനം നേടുന്ന സൂപ്പർ സ്റ്റാർ വിജയെ കാത്തിരിക്കുന്നത് ചോസൻ ഫുഡ്സ് നൽകുന്ന 1,00,000 രൂപ സമ്മാനം. 5-ാം സമ്മാനം നേടുന്ന സൂപ്പർ സ്റ്റാർ വിജയെ കാത്തിരിക്കുന്നത് സൂപ്പർനോവ നൽകുന്ന 50,000 രൂപ സമ്മാനം. അടിപൊളിയായിരുന്നടാ. താങ്ക് യു. എന്ത് രസമായിരുന്നു നീ പാടുന്ന കേൾക്കാൻ. Thank you. ഭയങ്കര അടിപൊളിയായിരുന്നു. ശരത് സാറിന് ഗൂസ് ബംസ് ഒക്കെ വന്നു. എല്ലാം വന്നു. ആകെപ്പാടെ പ്രശ്നമായിരുന്നു ഈ പാട്ട്. ആണല്ലേ? എന്നാ പിന്നെ ശരത് സാറോടൊന്ന് ചോദിക്കാം. സാർ മെബൂട്ടാ, എന്താ സർ? ബ്യൂട്ടിഫുൾ സോങ്. നീ ഉഗ്രായിട്ട് പാടി. താങ്ക് യു സർ. മോനെ, എനിക്ക് ഒരു ചെറിയ 2-3 സ്ഥലങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ മതി. മീനോ കഴിച്ചിട്ടൊരു ഒരു സംഗതി കണക്ട് ചെയ്യുന്നില്ലേ? ആദ്യത്തെ മോനെ, ആദ്യത്തെ പാടി വാലിട്ടെഴുതിയ നീന വാലിട്ടെഴുതി അത് ഉണ്ട് കേട്ടോ, അത് പാടിക്കണം. നീന വാലിട്ടെഴുതിയ സൂപ്പർ 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 സൂപ്പർ, അടിപൊളി. പിന്നെ പീലി വീശി ആടും മമയിലോ അതിന്റെ പീലി വീശിയാടും മമയിലോ. മതി, ലോ പ്ലെയിൻ ആയിട്ട് പാടിക്കോ മോനെ. മമയിലോ മതി, അത് ലോ അല്ലേ? മാമയിലോ, അതാ ലോ. പിന്നെ മോനെ, ഈ ഇല്ലം നിറ 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 ഇല്ലം നിറ നിറ നിറം നീ, ആ ഗായന നിറം നീറ നിറ നിറ വല്ലം നിറ. ആ അത്ര മതി കേട്ടോ. അത് മറ്റേ തെറ്റല്ല, അതും ഈ രാഗത്തിലുള്ളതാണ്. ഇല്ലം നിറ 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 എന്ന് പാടാം, നിറ നിറ എന്ന് പാടാം കേട്ടോ. അത് ഈ രാഗത്തിലുള്ള, പക്ഷെ അതല്ല രാജാ സാറ് ചെയ്ത നിറ നിറ വല്ലം നിറ. മനസ്സിലാമോന്? ആ അത്രേ ഉള്ളൂ, വേറെന്ത് പറയാം. ഏതാ രാഗം? ഹംസധ്വനി. അതങ്ങ് മറന്നു കേട്ടോ. ചോദിക്കാൻ പറഞ്ഞേ പാട്ട്. പക്ഷെ അത് സാധാരണ നീ അത് ചോദിക്കണതാ. നീയാണ് അതിന്റെ അതോറിറ്റി, അപ്പൊ അത് ചോദിക്കാൻ വിട്ടുപോയി. മക്കളെ, ഈ രാഗത്തിനുള്ള ഒരു ഗുണം എന്താണെന്നറിയാം, വളരെ പ്ലസന്റ് ആണ്, ഒരു പ്രകാശമാണ്.
കുറ്റാക്കുറ്റ് ഇരുട്ടത്തിരുന്ന് മോൻ പാടിയാലും അവിടെ വെളിച്ചം വരും. അതുകൊണ്ട് കള്ളന്മാർക്കൊന്നും ഈ രാഗം ഇഷ്ടമേ അല്ല. വേറെ ഏതൊക്കെ പാട്ട് അറിയാം മെബു ഈ രാഗത്തിൽ? സാറിന്റെ പാട്ട് മായാമഞ്ചലിൽ, മാനദാരിൽ എന്നും പൊൻകിനാവും. ഇത് ഞാൻ ഇവിടെ പാടിയിട്ടുണ്ട് മോനെ. എൻ്റെ പാടി രാഗം ആദ്യത്തെ ക്ഷണക്കത്തിൽ ഇത് ഹംസധ്വനി മനസ്സിലാകണം, ഒറ്റ ലൈൻ പാടുമ്പോഴെന്ന് വിചാരിച്ച് ചെയ്ത ആ പാട്ട് കേട്ടോ. അത് ചുമ്മാ കിടക്കട്ടടാ. അപ്പം മക്കളെ ഒരു എന്താ പറയണ്ട, ഒരു കുറേ സന്തോഷമായിടാ മനസ്സിൽ. അത് നിങ്ങളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ അത് പ്രത്യേകിച്ച് ഇങ്ങനൊരു കോമ്പസിഷൻ, അത് ആ കുഞ്ഞ് ഉഗ്രായിട്ട് പാടി. ഫാനേ മക്കൾ നന്നായിട്ട് പാടി കേട്ടോ. അത് പ്രത്യേകിച്ച് ആ ഒരു ആ ചരണത്തിലേക്കുള്ള ഒരു കണക്ട് ബ്രിഡ്ജിങ് വണ്ടർഫുൾ. ആ മുകളിൽ മാത്രം ഇച്ചിരി കൂടെ ശരിയാക്കാമായിരുന്നു. പക്ഷെ പോട്ടെ, ഞാൻ ക്ഷമിച്ച്, നീ ഫാനായതുകൊണ്ട് കേട്ടോ. പക്ഷെ മോളെ ബ്യൂട്ടിഫുൾ മോളെ, അസാധ്യമായിട്ട് പാടി. പിന്നെ കുറേ സന്തോഷം മക്കളെ, കുറേ സന്തോഷം, മനസ്സ് നിറഞ്ഞ് കവിഞ്ഞു. എനിക്ക് അത് കണ്ട് കുഞ്ഞ് പാടിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഗൂസ് ബംസ്. കാര്യം ആ കണക്ട് എന്ത് ബ്യൂട്ടിഫുള്ളി ആണ് അതിനെ കണക്ട് ചെയ്തേക്കുന്നത്. അയ്യോ പറഞ്ഞറിയിക്കാൻ വയ്യ, അസാധ്യം. ഇതിൽ കീർത്തനം വല്ലതും അറിയാമോ കുഞ്ഞിന്? വാതാമ്പി ഗണപതി. വാതാമ്പി അല്ലേ? വാതാപി അല്ല, വാതാപി ഗണപതി. ഗണപതി. കാര്യം ഇതിൽ എന്നൊക്കെ വാതാപി പറഞ്ഞുകൊണ്ട് ഇതിൽ ബ്യൂട്ടിഫുള്ളായിട്ട് എൻ്റെ ഗുരുനാഥൻ ഒരു ചിട്ടസ്വരം സെറ്റ് ചെയ്തിട്ടുണ്ട് വാതാപിക്ക്. ഗപഗവനി പഗരീഗ സരി ഗരി സനി ഗരി സനി പാനി സരി സരി പഗപഗവനി പഗരീഗ സരി ഗരി സനി ഗരി സനി പാനി സരി സരി പഗവനി പനി സരി ഗരി രി സനി രി സനി പസ പപ സസ പപ നി സരി വാദാപി ഗണപതിം ഭജേയം വാരണാസ്യം വരപ്രദം ശ്രീ വാദാപി ഗണപതിം ഭജേ അഹം ഭജേ അഹം. താങ്ക് യു മുത്തേ. താങ്ക് യു ശരത് സർ. ഷാനിക. മെബിൻ എന്താ സർ? അസാധ്യമായിട്ട് പാടിയടാ. താങ്ക് യു സർ. ആകെ ഈ പറയുന്ന പോലെ നമ്മളതിനെ കുറ്റമൊന്നും പറയുന്നില്ല. ആ ഒരു ലോറി മാമയിലോ, അത് മാമയിലോ എല്ലായിടത്തും ആ ലോ ഒന്ന് ഇതാക്കിയിട്ടാണ്. ബാക്കി അതർവൈസ് ഇത് ഈ പാട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അജാതി കമ്പോസിഷനാണ്. എന്തൊരു രസമുള്ള പാട്ട്. ഹൗ 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 ഉഗ്രം പാട്ട്. അനുപല്ലവിയുടെ എൻ്റെ ഉണ്ടല്ലോ ഇതിലേക്ക് കേറുന്നത്. പല്ലവിയിലേക്ക് എടാ ഒന്ന് പാടിത്തരാ, ഒന്നുകൂടി ഒന്ന് കേക്കട്ടെ. തുമ്പിലകൾ പിന്നി നീ കുമ്പിളുകൾ തുന്നുമോ നാൾ തോറും മാറ്റേറും മീയോമൽ പെണ്ണിന്റെ യൗവനവും പൊതിഞ്ഞൊരുങ്ങുവാൻ പാലിക്കടക്കണ്ണിൽ വീണോ. ഷാനിക ഇവൻ ഇതിന്റെ നൊട്ടേഷൻസ് പാടും ഈ പാട്ടിന്റെ. ആ കേൾപ്പിക്കേ. నిసరి సని పా సాని పగ నిసరి సని పా సాని పగ సరి గరి సరి గరి సరి గరి సరి గ పగరి సా టం 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 స 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 నిసరి గరి స స నిసరి గరి. ഓ ഇനി ഉണ്ടാ. നി സ സ സ നി സ ഗ സ നി സ നി സ രി സ നി സ സ ഓക്കേ. നി സ സ സ നി സ ഗ രി 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 ഗ രി നി സ നി പ നി പ ഗ പ നി സ സ സ നി സ രി സ നി സ സ സ നി സ സ സ നി സ ഗ രി 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 സ രി സ നി സ രി ഗ രി രി സ രി സ നി സ രി ഗ രി രി നി പ നി 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 സ രി നി നി പ 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 നി സ രി ഗ ഗ ഗ ഗ ഗ രി രി നി നി പ പ ഗ ഗ രി ഗ പ നി സ രി സ സ സൂപ്പർ. അമേസിംഗ്. ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു. അതേ പാടുള്ളൂ കേട്ടോ. അത് വലിച്ചൂടാ.
ഷഡ്ജം പഞ്ചമം അചഞ്ചല സ്വരങ്ങളാണ്, അത് നമ്മൾ ആട്ടുകയെ ചെയ്യരുത് കേട്ടോ. അത് ഞാൻ ഒന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ, അതിന്റെ ട്യൂൺ അതാണ് കേട്ടോ. Nice. ബട്ട് ഗുഡ് മോനെ. Super. Okay, thank you ഷാനിക്ക. ചേച്ചി മെബിൻ എന്തോ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആണ്, ഔട്ട് ഓഫ് ദിസ് വേൾഡ് പെർഫോമൻസ് ആണ് കേട്ടോ. താങ്ക് യു മാം. ഈ പാട്ട് അത് എന്ന് വെച്ചാൽ വളരെ കാഷ്വൽ ആയിട്ട് പാടി, അത്ര ഇത് അവരിപ്പോ സ്വരത്തിൽ പാടിയല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസിക്കൽ ബേസ്ഡ് പാട്ടുകൾ പാടുമ്പം അത് പാട്ടിന്റെ രാഗം നമുക്ക് മനസ്സിലായ വളരെ ഈസി അല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും, വളരെയല്ല കുറച്ച് ഡെഫിനറ്റ്ലി ഈസി ആവും. അപ്പോൾ ഈ കർണാട്ടിക്കിനെ പോലെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും സൗത്തിലല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ടീച്ചറോട് ഈ ബേസിക്സ് സരളി വരസ, ജെൻറ്റ വരസ, പിന്നെ ധാതു വരസ, ഇതൊക്കെ പഠിച്ചിട്ട് പല രാഗങ്ങൾ 72 മേളകർത്ത ഉണ്ട്, അത് പിന്നെ ഈ ഔഡവ ഷാഡവ രാഗസ്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എക്സസൈസസ് ചെയ്യുമ്പം ഇങ്ങനത്തെ പാട്ടുകൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദീസ് സോങ്സ്. ഇത് മാത്രമല്ല, വേറെ ഏത് പാട്ടായാലും നമുക്ക് ഈസിലി മനസ്സിലാക്കാം. അപ്പോൾ മെബിൻ അസാധ്യമായിട്ട് പാടി കേട്ടോ ഈ സ്വരത്തിൽ, നല്ല നല്ല ഗ്രിപ്പാണ് സ്വരത്തിൽ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ റിപ്പീറ്റഡ് നോട്ട്സ് വരുമ്പോൾ എപ്പോഴും അത് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആവും. നമ്മൾ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ എൻഡിൽ കുറച്ച് ഒരു വീക്ക് ആവില്ലേ. അപ്പോൾ ഓരോ പ്രാവശ്യം ആ സാ കറക്റ്റായിട്ട് അവിടെ പോകുന്നത്, ഇതൊക്കെ മെബിൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. അമേസിങ് ഇമ്പ്രൂവ്മെന്റ് ആണ് കേട്ടോ. യു കീപ്പ് ഇറ്റ് അപ്പ്. ആൻഡ് വളരെ ഈസി ആയിട്ട് എന്താ പറയുക, വളരെ കാഷ്വൽ ആയിട്ട് പാടുന്നു. അങ്ങനെ ഇത്രയും പാടിയിട്ട് ഒന്നുമില്ല അങ്ങനെ തോന്നി. അപ്പോൾ അതാണ് ഒരു സാധകന്റെ ഒരു എന്ത് പറയാം, ദ ബെസ്റ്റ് ഡെലിവറി ഓഫ് എ സോങ്. അതങ്ങനെയാണ്. ഒരു ഏറ്റവും ഡിഫിക്കൽട്ട് സോങ് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, അത് ബിക്കോസ് ഓഫ് യുവർ ഹാർഡ് വർക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഫൈനൽസിൽ മെബിൻ കാണണം തീർച്ചയായിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. എന്തോ മാർക്സ് വെക്കാം. ചോദിക്കാം. ഓക്കെ, ശരത് സർ. യെസ്, മാർക്ക് ഈ ചെക്കൻ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ശരിക്കും പാടിയില്ല. അപ്പൊ അതുകൊണ്ട് ഗോൾഡൻ അത് അവനൊരു മൈക്ക് കൊണ്ട് പാടുന്നു. ആരും എന്തൊന്നും എടുക്കാത്ത അതാ അത് എടുക്കാറുണ്ട്. ശരിക്കും ആക്ച്വലി ആ മൈലോ ഇല്ലായിരുന്നെങ്കിൽ ഗോൾഡൻ അടിച്ചാണ്. പക്ഷെ ഇത്രയും ഒരു കണ്ണു തട്ടാതിരിക്കണ്ടേ. അപ്പൊ ഒരു മിസ്റ്റേക്ക് ആയ അത് ഓക്കെ അല്ലേ. ഓക്കെ, കണ്ണ് തട്ടാതിരിക്കാൻ. ആ മക്കളെ എന്തോ സാർ. 9.8. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക സെയിം 9.8. താങ്ക് യു സാർ. ടോട്ടൽ 19.6. മെബു ഹൈയസ്റ്റ് സ്കോർ അല്ലേ? ഹയസ്റ്റ് ആയിരിക്കും. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ആയിരിക്കും ഹയസ്റ്റ് അടിച്ചത്. പാർവണ. പക്ഷെ വേറൊരു കാര്യമുണ്ട് മെബു, പാർവണയുടെ സഹായം ഉണ്ടായിരുന്നു. അതെ അതെ, അത് നമ്മൾ മറക്കാൻ പാടില്ല. മക്കൾ ഒരിക്കലും അത് മറക്കരുത്. നിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, നീയും അസലായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് എളുപ്പമല്ല അത് പാടാൻ, അത് ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. അതുപോലെ ഓർക്കസ്ട്ര യെസ്. എല്ലാവരും തൂത്ത് വാരിയാണ്. ഒരു നിവർത്തില്ല. ഒരു നിവൃത്തി. ഓക്കെ മെബു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.